അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മളിപ്പോൾ ഹിമാലയൻ റിവേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ചിട്ടാണ്. പെനിൻസുലാറല്ല, പെനിൻസുലാർ റിവേഴ്സ്. പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ പെനിൻസുലാർ റിവേഴ്സിൻ്റെ ബഹുഭൂരിഭാഗവും ഒറിജിനേറ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നും ഈ കാണുന്ന വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നും, അതുപോലെ തന്നെ സെൻട്രൽ റീജിയനിലുള്ള മൗണ്ടൻ റേഞ്ചസിൽ നിന്നുമാണ്. ഇവിടെ മൈക്കിൾ ഹിൽസ്, അതേപോലെ തന്നെ അമർഖണ്ഡക് പ്ലാറ്റ്യൂ, അങ്ങനെ കുറേയധികം റീജിയൻസ് ഉണ്ട്. അപ്പോൾ ആ റീജിയൻസിൽ നിന്നൊക്കെ സെൻട്രൽ മൗണ്ടൻ റേഞ്ചസ്, അപ്പോൾ സെൻട്രൽ റീജിയൻസിലുള്ള മൗണ്ടൻ റേഞ്ചസിൽ നിന്നുമാണ് മെയിൻലി ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള പെനിൻസുലാർ റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. പെനിൻസുലാർ റിവേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് റിവേഴ്സും ഉണ്ട്, സ്മോൾ റിവേഴ്സും ഉണ്ട്. പക്ഷേ ബഹുഭൂരിഭാഗവും എന്താണ്, റെയിൻ ഫെഡാണ്. ഇപ്പോൾ ഹിമാലയൻ റിവേഴ്സ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നോ ഫെഡാണ്. ഹിമാലയൻ റേഞ്ചസിന് നല്ല പൊക്കമുള്ളത് തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷനിൽ എന്തുണ്ട്, സ്നോ ഉണ്ട്. അപ്പോൾ സ്നോ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്തുണ്ടാവും, വാട്ടർ ഉണ്ടാവും. പക്ഷേ നേരെ മറിച്ച് ഈ പറഞ്ഞിട്ടുള്ള ബഹുഭൂരിഭാഗം റിവേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം റെയിൻ ഫെഡാണ്. അപ്പോൾ അതിനാൽ തന്നെ റെയിൻ അല്ലെങ്കിൽ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് മെയിൻലി റെയിനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള റിവേഴ്സ് സീസണലി മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, ഈ റിവേഴ്സിൽ വെള്ളം ഉണ്ടാവുകയുള്ളൂ. ചില റിവേഴ്സ് എന്ത് ചെയ്യും, ഡ്രൈ അപ്പ് ആയിട്ട് പോവുകയും ചെയ്യും. ഓക്കെ, സമ്മേഴ്സിൽ ചില റിവേഴ്സ് എന്തായിട്ട് പോവും, ഡ്രൈ അപ്പ് ആയിട്ട് പോവുകയും ചെയ്യും, സം റിവേഴ്സ്. ഓക്കെ, അപ്പോൾ പെനിൻസുലാർ റിവേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു, റെയിൻ ഫെഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു, വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നും സെൻട്രൽ മൗണ്ടൻ റേഞ്ചസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, സീസണലി ആണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റെയിൻ ഫെഡ് സിസ്റ്റമാണ് ഇവരുടെ, അല്ലെങ്കിൽ റെയിനിൽ നിന്നാണ് ഇവരുടെ മേജർ ആയിട്ടുള്ള വാട്ടറിൻ്റെ സോഴ്സ് കിട്ടുന്നത്. ആ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് മെയിൻലി നോർത്തേൺ മൺസൂണും അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂണും, നോർത്ത് ഈസ്റ്റ് മൺസൂണും സൗത്ത് വെസ്റ്റ് മൺസൂണും. ഇതിൽ കാവേരി നദി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാവേരി നദിക്ക് ഡ്യൂറിങ് നോർത്ത് ഈസ്റ്റ് മൺസൂണും എന്ത് കിട്ടും, ഈ പറഞ്ഞ പോലെ റെയിൻ കിട്ടും. അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ടൈമിലും എന്ത് കിട്ടും, റെയിൻ കിട്ടും. അപ്പോൾ ത്രൂ ഔട്ട് ദ സീസൺ റെയിൻ കിട്ടുന്നത് കൊണ്ട് തന്നെ എന്തുണ്ടാവും, അവർക്ക് സീസണലി അല്ലെങ്കിൽ ഇറ്റ്സ് മീൻസ് ത്രൂ ഔട്ട് ദ ഇയർ വാട്ടർ ഉണ്ടാവും. പക്ഷെ ആ ഫുൾ വാട്ടറും ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്, ഈ പറഞ്ഞിട്ടുള്ള നോർത്ത് ഈസ്റ്റ് മൺസൂണിനെയും അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂണിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ ദീസ് ആർ ഓൾ കംപ്ലീറ്റ്ലി റെയിൻ ഫെഡ്. ഓക്കെ, യെസ്. ഇനി പെനിൻസുലാർ റിവേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവറാണ് ഗോദാവരി. ഗംജറ്റിക് റിവർ അല്ലെങ്കിൽ ഗംഗാ റിവർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളം അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ബേസിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാർക്കാണുള്ളത്, ഗോദാവരി റിവറിനാണുള്ളത്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ റീജിയൻസിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ഒരു ബേസിൻ ആർക്കാണുള്ളത്, ഗോദാവരി റിവറിനാണുള്ളത്. യെസ്, ഇൻഡസ് റിവർ ബേസിനും ഉണ്ട്, അതേപോലെ തന്നെ ബ്രഹ്മപുത്ര റിവർ ബേസിനും ഇന്ത്യയിലുണ്ട്. പക്ഷെ ബഹുഭൂരിഭാഗം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ലാർജസ്റ്റ് റിവർ ബേസിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും, ഗോദാവരി റിവർ ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഗോദാവരി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് നാഷിക് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. നാഷിക് ഡിസ്ട്രിക്റ്റ് മഹാരാഷ്ട്ര, നാഷിക്കിൽ നിന്നാണ്, മഹാരാഷ്ട്രയിൽ നിന്ന്. ഈ റിവറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1465 കിലോമീറ്ററാണ്. അപ്പോൾ നാഷിക്കിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് അവസാനം എവിടെ ചെന്ന് ചേരുന്നു, ബേ ഓഫ് ബംഗാളിൽ, ആന്ധ്രാപ്രദേശിൽ ബേ ഓഫ് ബംഗാളിൽ വന്ന് ചേരും. ഓക്കെ, യെസ്. പോകുന്ന വഴിക്ക് ഈ ഗോദാവരിക്ക് ട്രിബ്യൂട്ടറീസ് വന്ന് ചേരുന്നുണ്ട്. അതിൽ പ്രാൺഹിത, പെൻഗംഗ,
പ്രാൺഹിത പെൺഗംഗ, യെസ്, പ്രാൺഹിത പെൺഗംഗ, മഞ്ജീര തുടങ്ങിയ റിവേഴ്സ് ഏതിൽ വന്ന് ചേരുന്നുണ്ട്? ഈ പറഞ്ഞ ഗോദാവരി റിവറിൽ വന്ന് ചേരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിവേഴ്സ് പോകുന്ന വഴിക്ക് വന്ന് ചേർന്ന് കഴിഞ്ഞതിന് ശേഷം ത്രൂ ഔട്ട് ഫ്ലോ ചെയ്തതിന് ശേഷം അവസാനം പോലവാരം ഡിസ്ട്രിക്റ്റിൽ, ആന്ധ്രാപ്രദേശിലെ പോലാവരം ഡിസ്ട്രിക്റ്റിലെത്തുമ്പോൾ ഡീപ്പ് ഗോർജസ് അല്ലെങ്കിൽ ഗോർജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ് ഈ ഗോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വാലി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിവറിൻ്റെ രണ്ട് സൈഡിലും സ്റ്റീപ്പായിട്ടുള്ള പ്രദേശം, അല്ലെങ്കിൽ ഈ കാണുന്ന രണ്ട് സൈഡിലും പ്ലാറ്റ്യൂസ്, ഇതിൻ്റെ സെൻറ്ററിൽ ഇതിലായിട്ട് ആര് മൂവ് ചെയ്യുന്നു? റിവർ മൂവ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ളൊരു ഭൂഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് ഗോർജ്. അപ്പോൾ ഈ ഗോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലാറ്റു ആണ്, പക്ഷേ ഈ ഒരു ചെറിയ സംഗതി ക്രിയേറ്റ് ചെയ്തത് റിവറിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗോർജ് എവിടെ ക്രിയേറ്റ് ചെയ്യുന്നു? യെസ്, ആന്ധ്രയിലുള്ള പോലവാരത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഫർദർ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ചെന്ന് ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ഫൈനലി വീഴുന്നു. ഗോദാവരി റിവർ. യെസ്, അപ്പോൾ ഈ ഗോദാവരി റിവറിൻ്റെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗോദാവരി റിവറിൻ്റെ ഫ്ലോ എന്ന് നോക്കാം. ഗോദാവരി റിവർ വരുന്നു. ഗോദാവരി റിവർ ഫർദറായിട്ട് ഡീപ്പ് ഡൗൺ ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ഗോദാവരി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ 2 ട്രിബ്യൂട്ടറീസ് വന്ന് ചേരുന്നുണ്ട്. ഈ കാണുന്ന റിവറാണ് മഞ്ജീര റിവർ. ഈ മഞ്ജീര റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് നിസാം സാഗർ ലേക്കിൽ നിന്നാണ്. ഈ കാണുന്ന നിസാം സാഗർ ലേക്കിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഏതിലാണ്? തെലങ്കാന സ്റ്റേറ്റിലാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെറിയ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡോട്ടഡ് ലൈൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, ഇതൊക്കെ ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ ബൗണ്ടറീസാണ്. കർണാടക, കേരള, തമിഴ്നാട് തുടങ്ങിയ സ്റ്റേറ്റ്സിൻ്റെ ബൗണ്ടറീസാണ്. അപ്പോൾ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? തെലങ്കാനയിൽ നിന്നാണ്. തെലങ്കാനയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഗോദാവരിയുടെ റിവർ ബേസിനിൽ വന്ന് ചേരുന്നു. ഇനി ഫർദറായിട്ട് അപ് സ്ട്രീമിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോദാവരിയുടെ മെയിൻ സ്ട്രീം വരുന്നു. മെയിൻ സ്ട്രീം ഫർദറായിട്ട് മുകളിലേക്ക് പോകും തോറും പിന്നെയും ഇതിൽ ട്രിബ്യൂട്ടറീസ് വന്ന് ചേരുന്നുണ്ട്. പിന്നെയും ഫർദർ അപ് സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാദ് സാഗർ ഡാം ഓൺ ദ വേയിൽ പല ഡാംസ് സിറ്റുവേറ്റ് ചെയ്യുന്നു. ഗോദാവരി റിവറിൽ നാദ് ഡാം വന്ന് സിറ്റുവേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് പിന്നെയും ഫർദറായിട്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് പോയി യെസ്, പിന്നെയും ഗോദാവരി റിവർ നിങ്ങൾക്ക് കാണാം. ഗോദാവരി റിവർ, ഗോദാവരി നദി നാഷിക്കിൽ ഗോദാവരി റിവർ ഗംഗാപൂർ ഡാം. ഇവിടെ നിന്നാണ് ആര് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഗോദാവരി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇനി ഗോദാവരി റിവേഴ്സിന് പല ട്രിബ്യൂട്ടറീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മഞ്ജീര റിവർ നമ്മൾ കണ്ടു. ഇനി പ്രാൺഹിതയും പെൺഗംഗയും. ഈ കാണുന്നതാണ് പ്രാൺഹിത റിവർ. ഇത് കാലേശ്വരത്ത് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗോദാവരി റിവറുമായിട്ട് കൺഫ്ലുവൻസ് ചെയ്യുന്നത്. ഈ കാലേശ്വരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും, അല്ലെങ്കിൽ വേൾഡിലെ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റാണ്. ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴ്ന്ന ഒരു പ്രദേശത്ത് നിന്ന് ഹൈ പവറുള്ള പമ്പുകളും ബാക്കി സംഗതികളൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടിയും ഹയർ സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു?